അച്ഛാ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ അല്ലെ? ട്രാൻസ്ലേഷൻ ഓക്കെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ വിശുദ്ധർക്ക് കർത്താവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. प्रभु यीशु मसीह के पवित्र नाम में सभी को वंदन देता हूं. കർത്താവിന്റെ വിശുദ്ധ കുടുംബത്തിൽ, സഭയാകുന്ന വിശുദ്ധ കുടുംബത്തിൽ അംഗമായിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവിന്റെ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. प्रभु परमेश्वर का पवित्र परिवार में जो हिस्सा है, जो व्यक्ति है, मेंबर है, सभी को मैं धन्यवाद करता हूं. എനിക്ക് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ജോസ് പാസ്റ്ററെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. आज जो मुझे ये मीटिंग में होने के लिए अवसर दिया प्रभु का दास और कलिसिया को मैं धन्यवाद करता हूं. ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്. ആ പഠിക്കുന്ന സമയത്ത് തന്നെ നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള വലിയ ഭാരം കർത്താവിന്റെ ദാസന്റെ അകത്തുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. हालेलुया. हम लोग एक साथ बाइबल स्कूल में पढ़ा था. हालेलुया. उसके बाद उन्होंने नॉर्थ इंडिया की ओर आया. കർത്താവിന്റെ കൃപ ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളമായി ദൈവം അയക്കട്ടെ. परमेश्वर की आशीष और बरकत हमारे जीवन में आज का दिन बहुतायत से होने के लिए मैं प्रार्थना करता हूं. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവമായ കർത്താവ് ഉറപ്പിക്കട്ടെ. परमेश्वर की पवित्र वचन की सुनवाई की वजह से हमारा मनों को प्रभु स्थिर करने पाए. ചിതറിക്കിടക്കുന്ന മനസ്സുകളുണ്ടെങ്കിൽ, ചിതറിക്കിടക്കുന്ന ചിന്തകളുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ യഥാർത്ഥമായ വെളിപ്പാടിന്റെ ബോധത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് വരട്ടെ. हालेलुया. तितर पितर हुआ मन अगर आपका है तो इधर उधर भरक सोच विचार करने वाला अगर मन है तो परमेश्वर की पवित्र वचन के द्वारा एकता में एक मन होने के लिए हम प्रार्थना करते हैं. ലോക മനുഷ്യൻ ഒത്തിരി ഭാരത്തിനകത്താണ്. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് ഭാരമില്ലാതെ വിശ്വാസത്താലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട യാത്ര ചെയ്യുവാൻ കഴിയും. हालेलुया. दुनिया की लोग बहुत बड़ा डर और भय के साथ है, लेकिन परमेश्वर के लोगों को हालेलुया बिना डर भय से चलने के लिए प्रभु ने हमको आशीष दिया है. നമ്മുടെ വിശ്വാസം കേവലം ഒരു കെട്ടുകഥയല്ല, വ്യക്തമായ ഉറപ്പോടും നിശ്ചയത്തോടുമുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. हमारा विश्वास कोई व्यक्ति बोला हुआ कहानी की बात नहीं है. ये हमारा विश्वास है परमेश्वर की जीवित खुदा का, सच्चे परमेश्वर के बारे में है. ആ വിശ്വാസത്തിന്റെ വചനങ്ങൾ നമുക്ക് കേട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ബലപ്പെടാം. उस पवित्र वचन को सुनकर आज हम बलबंद पाने पाए. അതിന് ദൈവമായ കർത്താവിന്റെ കൃപ നമുക്ക് ചോദിക്കാം. उसके लिए हम परमेश्वर की अनुग्रह को मांगे. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന തിരുവചനം തെസ്സലോനിക്ക ലേഖനം, ഒന്നാമത്തെ ലേഖനം, തെസ്സലോനിക്കർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളാണ്. पहला तेस्सलोनियों का पत्री उसका दूसरा अध्याय उसका 11 और 12 वचन हम पढ़ेंगे. ഞാൻ ആ വചനങ്ങളൊന്ന് വായിക്കട്ടെ. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. हालेलुया. हम पढ़ेंगे. जैसे तुम जानते हो कि जैसा पिता अपने बालकों के साथ बर्ताव करता है, वैसा ही हम तुम में से हरेक को भी उपदेश करते और शांति देते और समझाते थे कि तुम्हारा चाल चलन परमेश्वर की योग्य हो, जो तुम्हें अपनी राज्य और महिमा में बुलाता है. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് കർത്താവിന്റെ വിശുദ്ധ സഭയെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു അപ്പൻ മക്കളെ പ്രബോധിപ്പിക്കുന്നത് പോലെ വിശുദ്ധ സഭയെ നടത്തുന്ന ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. हालेलुया. प्रेरित पौलुस यहाँ बोला हुआ उसी जैसा प्रभु का दास लोग परमेश्वर की कलीसिया को चलाता है, इसलिए मैं प्रभु को धन्यवाद करता हूँ. ഇന്ന് രാത്രിയിലും ഇതേ ഒരു ബോധത്തോടെ നമുക്ക് തിരുവചനം ശ്രവിക്കാം. उसी होश में, उसी हालेलुया विचार में आज रात को हम वचन को याद बड़े श्रद्धा पूर्वक बैठे. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന്. हालेलुया. परमेश्वर की वचन ऐसा कहता है, प्रभु हालेलुया अपने पिता जो तुम जानते हो कि जैसे पिता अपने बालकों के साथ बर्ताव करता है,
अपनी राज्य के लिए और अपनी महिमा के लिए तुमको पुकारा हुआ है। ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ മഹത്വം, ഈ രണ്ട് കാര്യങ്ങൾ പ്രാപിക്കാനായിട്ടാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം നമ്മെ ഇന്ന് തന്റെ പദ്ധതിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. हालेलुया। परमेश्वर अपन का प्रभु की राज्य में प्रवेश करने के लिए और प्रभु की महिमा को पाने के लिए हमको हालेलुया धरती पर से बुलाया गया है। ഹല്ലേലൂയ. ദൈവം വെറുതെയല്ല നമ്മെ ഇന്ന് ഇത്ര പാപത്തിലും നാശത്തിലും ശാപത്തിലും നിത്യമരണത്തിലും നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്ന നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ വലിയ കാര്യത്തിനായിട്ടാണ്. हालेलुया। हम लोग जो नरक में कीचड़ में हालेलुया पाप की अंधकार में जो फंसे हुए थे, वहां से परमेश्वर ने हमको बुलाने के पीछे कारण है हालेलुया हम लोगों को प्रभु की राज्य देने के लिए और हम उसकी महिमा की भागीदारी होने के लिए बुलाया गया है। ആദാമിൽ മരിച്ചവരായിരുന്ന, നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്ന, ദൈവ കോപത്തിന് കീഴിലായിരുന്ന നമ്മെ സ്വർഗത്തിലെ പിതാവ് തന്റെ കൃപയാൽ നമ്മെ വിളിച്ചിരിക്കുന്നത് തന്റെ രാജ്യം പ്രാപിക്കാനും തന്റെ മഹത്വം പ്രാപിക്കാനുമാണ്. पहला पिता जो आदम है, उनके पाप के कारण पूरी मानव वर्ग के ऊपर आया पाप के अंदर से प्रभु ने हमको छुटकारा दिया कर हालेलुया हमको ये पवित्र जगह पर लेके इसलिए आया है कि अपने राज्य में हम प्रवेश हो जाए और अपनी महिमा को हम दर्शन देखने पाए। നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോജിച്ച രീതിയിൽ നമ്മോട് നടക്കാനാ ദൈവവചനം പറയുന്നത്. हालेलुया। जिस कार्य के लिए हमको बुलाया गया उसी योग्य हमको चलना है। പ്രൈസ് ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ യോഗ്യത എന്താണ്? हमारा परमेश्वर की हालेलुया योग्यता क्या क्या है? നമ്മുടെ ദൈവത്തിന്റെ ആ യോഗ്യതകളെ കുറിച്ചും അവന്റെ ആ ആഴത്തെ കുറിച്ചും നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. हालेलुया। परमेश्वर के बारे में और उसकी गहराई के बारे में हम थोड़ी सी आज मनन करेंगे। ഈ പ്രപഞ്ചം, ഭൂമി, ഇവിടെയുള്ള സർവചരാചരങ്ങൾ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മാവായ ദൈവം നിത്യതയിലുണ്ട്. हालेलुया। जो कुछ भी देखी अनदेखी चीजों को ये धरती पर होने से पहले, बनने से पहले सर्वशक्तिमान परमेश्वर ये धरती इस दुनिया इस ब्रह्मांड के अंदर है। അവൻ നിത്യനായിട്ട് അവിടെ തന്നെ ഉണ്ട്. वो अनंत काल का पिता परमेश्वर है करके है। അവൻ ആ ദൈവം സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. हालेलुया। वो परमेश्वर सर्वज्ञानी, सर्वव्यापी, सर्वशक्ति परमेश्वर है। അവൻ സ്നേഹത്തിന്റെയും കരുണയുടെയും കൃപയുടെയും നിറവാണ്. हालेलुया। वो प्रेम का हालेलुया और अनुग्रह का और दया का हालेलुया स्वता है। वो അവൻ വിശുദ്ധിയുടെ നിറവാണ്. അവൻ ദൈവത്തിന്റെ നീതിയുടെ നിറവാണ്. हालेलुया। वो पवित्रता का और परमेश्वर की धार्मिकता का हालेलुया शुरुआत है। वो അവൻ സർവാധികാരിയാണ്. അവൻ സർവജ്ഞാനിയാണ്. हालेलुया। वो हर एक चीजों को अपने हुकूमत के नीचे रखने वाला है। वो सर्वज्ञानी परमेश्वर है। നമ്മൾ വിളിക്കുന്ന, നമ്മെ വിളിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം സകലത്തിനും മതിയായവനാണ്. हालेलुया। हम जिसको पुकारता है, जिन्होंने हमको बुलाया परमेश्वर, वो हर एक चीजों के लिए काफी है। നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ച, നമ്മളെ ചേർത്തടിപ്പിച്ച ഇത്ര യോഗ്യനായ ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. हालेलुया। हम उनको नाम लेकर पुकारने से पहले हमको जानने वाला इतनी हालेलुया योग्य परमेश्वर हमारे लिए है। നമ്മൾ അവന് മഹത്വം കൊടുക്കുന്നു. എന്നാൽ ഒരു പടി കൂടി പറഞ്ഞാൽ എഫേസ്യ ലേഖനം പറയുക, നമ്മെ ദൈവം വിളിച്ചത് തന്നെ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാണ്. हालेलुया। परमेश्वर ने हमको बुलाया है, हमने उनको महिमा देता है, लेकिन वो हमको बुलाया है, एफेसियों का पत्री में लिखा है, वो महिमा के कारण हमको बुलाया है। നമ്മെ ദൈവം വിളിച്ചത് തന്നെ ദൈവത്തിന്റെ കൃപയുടെ പുകഴ്ചയ്ക്കായിട്ടാണ്. हालेलुया। प्रभु की सराहन की, महिमा की सराहन के लिए परमेश्वर ने हमको बुलाया गया है। ഹല്ലേലൂയ. എത്ര ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. हालेलुया। कितनी सर्वशक्तिमान, कितनी उन्नत परमेश्वर है हमारा प्रभु। ആ ദൈവം, അവൻ അങ്ങനെ നിത്യതയിലായിരുന്നെങ്കിൽ, ഇത്ര യോഗ്യനായ ദൈവം അവൻ നിത്യതയിൽ അവൻ അവിടെയുണ്ട്. പിതപുത്ര പരിശുദ്ധാത്മാവൻ ദൈവമായിട്ട് അവൻ അവിടെയുണ്ട്.
അവൻ അങ്ങനെ ആയിരുന്നാൽ അവനെ ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. हालेलुया। प्रभु पिता पुत्र पवित्रात्मा करके हालेलुया जो स्वर्ग में हमेशा अगर रहता तो उनके बारे में हालेलुया हम साधारण लोगों को पता ना चलता था। അവൻ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവൻ സൃഷ്ടാവായ ദൈവമാണെന്ന്. हालेलुया। जब वो धरती का उत्पन्न किया है तो हमको पता चला वो सृष्टि करता है। അവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അവൻ നല്ല പരിപാലകനാണെന്ന്. हालेलुया। पूरी देखी अनदेखी चीजों को उन्होंने बनाने के बाद उसका हालेलुया उसके ऊपर राज करता तो हमको पता चला हालेलुया एक अच्छे प्रभुता करने वाला परमेश्वर है करके पता चला। ആകാശ ഭൂമികളെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ നമുക്ക് കാണാൻ പറ്റും, സർവജ്ഞാനത്തെ. हालेलुया। हम अपने आंखों से उठाकर धरती की चारों ओर आकाश और पृथ्वी को देखेगा तो प्रभु की ज्ञान को हम समझ सकते हैं। എന്നാൽ എല്ലാ സൃഷ്ടികളുടെ അവസാനം അവൻ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും അവൻ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ദൈവം പറയും ഞാൻ സ്നേഹമുള്ള അപ്പനാകുന്നു എന്ന് അവൻ തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. हालेलुया। हर एक चीजों को अपने हुक्म के द्वारा बनाने के बाद होने दे करके बोलकर बनाने के बाद अपनी स्वरूप में अपनी समानता में मनुष्य को बनाकर हम ये देखता है उनकी प्रेम के बारे में। അപ്പൊ ദൈവത്തിന്റെ അകത്തുള്ള ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ ഇവയെല്ലാം പുറത്തേക്ക് ഒഴുക്കി കാണിക്കുവാൻ, പുറത്തേക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം ഉണ്ടാക്കിയതാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള മനുഷ്യനെ. परमेश्वर क्या है करके अपनी लोगों को अपनी धरती के ऊपर प्रकट करने के लिए प्रभु ने मनुष्यों को अपने सदृश्य में अपनी स्वरूप में अपनी समानता में बनाकर हालेलुया दुनिया के सामने प्रकट कर दिया। प्रभु क्या है करके लोग समझने पाए। ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ യോഗ്യതയുള്ളവനായതുകൊണ്ട്, നമ്മുടെ സർവവല്ലഭനായ പിതാവായ ദൈവം യോഗ്യതയുള്ളവനായതുകൊണ്ട്, അവൻ ബഹുമാനമുള്ളവനായതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് തന്നിരിക്കുന്ന യോഗ്യതയുണ്ട്, അവൻ നമുക്ക് തന്നിരിക്കുന്ന ബഹുമാനമുണ്ട്. हालेलुया। हमारा प्रभु हालेलुया आदर की योग्य है, करुणामय परमेश्वर, दयालु खुदा है, सर्वशक्तिमान, इसलिए जो कुछ भी हमारे अंदर भी उन्हीं की समानता में है। ഹല്ലേലൂയ. കാരണം നിങ്ങൾ ആരും കുറഞ്ഞവരല്ല, ദൈവം മുമ്പാകെ വിലയേറിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. हालेलुया। हम एक एक लोग कोई भी कम कमजोर लोग नहीं है, हम परमेश्वर के तुल्य लोग हैं। ഹല്ലേലൂയ. എത്ര ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. कितनी बड़ा परमेश्वर है हमारा प्रभु। അപ്പോൾ ആ ദൈവം ആദ്യമായിട്ട് ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് ആദാം. അവനെ ദൈവം വിളിക്കുന്ന പേര് ദൈവത്തിന്റെ മകൻ എന്നാണ്. हालेलुया। पहला मिट्टी से अपनी स्वरूप में अपनी समानता में बनाया हुआ मनुष्य का नाम है आदम। वो आदम को प्रभु बुलाता है परमेश्वर की संतान। ആദമിനും അവന്റെ പങ്കാളി ഹൗവയും പാപത്തിനു മുമ്പ് ദൈവം അവരെ അനുഗ്രഹിച്ച് പറയുന്ന ഒരു പദമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഇങ്ങനെയാ അനുഗ്രഹിച്ച് പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. हालेलुया। उनको ये पाप करने से पहले आदम और हवा को परमेश्वर आशीष देकर बोलता है तुम हालेलुया फले फूले और भर जाओ करके उनको आशीष देता है। ഇനിയിപ്പോ ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ആദമല്ല, ഒരു ഹൗവയല്ല, ആദമിൽ നിന്നും ഹൗവയിൽ നിന്നും വരുന്ന ഒരു കൂട്ടം പുത്രിപുത്രന്മാരുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ സ്ഥാപിക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിച്ചു. हालेलुया। एक आदम और एक हवा से परमेश्वर तृप्त नहीं था। परमेश्वर हालेलुया ये चाहता था आदम के द्वारा और हवा के द्वारा, उनके द्वारा एक बहुत बड़ा झुंड परमेश्वर की समानता में ये धरती पर हो जाने और भर जाने के लिए प्रभु चाहता था। ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ദൈവത്തിന്റെ സാദൃശ്യമുള്ളവർ, ദൈവത്തിന്റെ സ്വരൂപമുള്ളവർ, ദൈവത്തിന്റെ വിശുദ്ധിയുള്ളവർ, ദൈവത്തിന്റെ നീതിയുള്ളവർ, ദൈവത്തിന്റെ കൃപയുള്ളവർ, ദൈവത്തിന്റെ തേജസ്സുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ, ദൈവിക അധികാരമുള്ള കുടുംബത്തെ ദൈവം ഭൂമിയിൽ സ്ഥാപിപ്പാൻ ആഗ്രഹിച്ചു. हालेलुया। परमेश्वर आदम और हवा के द्वारा परमेश्वर की समानता में परमेश्वर के सदृश्य में एक बहुत बड़ा कुटुंब, बहुत बड़ा पीढ़ी हालेलुया एकदम परमेश्वरता से भरे हुए एक दुनिया को ये धरती पर उत्पन्न करना परमेश्वर की इच्छा था। അവരിലൂടെ ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ നടത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. उनके द्वारा परमेश्वर की हुकूमत ये लोगों के द्वारा प्रभु धरती पर करने के लिए चाहा। ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ്സുള്ള ഈ വിശുദ്ധ കുടുംബത്തിലൂടെ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ നടത്തുവാൻ ദൈവം തീരുമാനിച്ചു.
हालेलुया परमेश्वर की महिमा, परमेश्वर की हालेलुया हुकूमत, परमेश्वर की प्रभुता अपनी लोगों को, अपने खुद की संतानों के द्वारा धरती पर कराने के लिए प्रभु ने चाहा। എന്നാൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനായ ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ആ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയെങ്കിലും हालेलुया परमेश्वर का इकलौता पुत्र, हालेलुया जो मनुष्यों के रूप, अपने रूप स्वरूप में बनाया हुआ आदम परमेश्वर की हुक्म को अनादर करते हुए हालेलुया परमेश्वर का विरुद्ध कार्य करके परमेश्वर की वचनों से पीछे हट गया जरूर। ദൈവത്തിന്റെ ആദാം പുറകോട്ട് പോയെങ്കിലും ദൈവത്തിന്റെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോയില്ല. हालेलुया आदम पीछे हट गया जरूर, लेकिन परमेश्वर की प्रेम जो मानव कुल के ऊपर था कभी हटा नहीं। ദൈവത്തിന്റെ നിത്യതയിലെ തിരുഹിതത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ അവൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. हालेलुया अपनी इच्छा, मन की इच्छा को धरती पर पूर्तिकरण करने के लिए, पाप से हट गया मनुष्य को अपने पास वापस लाने के लिए अपना इकलौता पुत्र यीशु मसीह को हमारे बीच में भेज दिया गया। അനാദിയിലെ നിത്യ തിരുഹിതത്തെ പൂർത്തീകരിക്കുന്നത് തന്റെ ക്രിസ്തുവിലൂടെയാണ്. हालेलुया अनादि काल का जो परमेश्वर की दिल के अंदर की जो सोच विचार, जो इच्छा है, उसकी पूर्तिकरण करना प्रभु यीशु मसीह के द्वारा है। അപ്പോൾ ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ഇപ്പോൾ നമ്മെ രക്ഷയിലേക്ക് വിളിച്ചിരിക്കുന്നത് हालेलुया उसी प्रभु यीशु मसीह के द्वारा है आज हमको इतनी बड़ा उद्धार की ओर, इतनी बड़ा रक्षा की ओर बुलाया गया है। हालेलुया കാരണം ശ്രദ്ധിച്ച് നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കാം. हम यीशु मसीह के बारे में थोड़ा ध्यान करें। യേശു നമ്മുടെ പകരക്കാരനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. यीशु हमारे हालेलुया बदले में ये धरती पर आया है। എന്താണ് അവൻ നമ്മുടെ പകരക്കാരൻ എന്ന വാക്കിന്റെ അർത്ഥം? हमारा बदले का मतलब क्या मतलब है? നാം എല്ലാം ആദാമിന്റെ സന്തതികളായിരുന്നു. हम सब आदम के द्वारा उत्पन्न हुआ लोग है। ആദാമിന്റെ സന്തതി പാപം മൂലം ദൈവമുമ്പാകെ മരിച്ചവനാണ്, ദൈവവുമായിട്ട് ബന്ധം വേർപെട്ടവനാണ്. हालेलुया आदम का हालेलुया जो भी पीढ़ी है पाप के द्वारा परमेश्वर से बहुत दूर गया हुआ लोग है। അങ്ങനെ ദൈവമായിട്ട് ബന്ധം വേർപെട്ട് കിടക്കുന്ന ആദാമ്യ സന്തതിയെ നിരപ്പിക്കാനായി, ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാനായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലേക്ക് മധ്യസ്ഥനായിട്ട് ഒരുവൻ വന്നു. അവന്റെ പേരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. हालेलुया आदम के द्वारा परमेश्वर की चरणों से हट गया मनुष्य को, हालेलुया उस मनुष्य को परमेश्वर के साथ मिलमिलाप कराने के लिए हमारे लिए एक बिचवाई बनकर प्रभु यीशु मसीह ये धरती पर हमारे लिए उतर आया। മധ്യസ്ഥൻ വരുന്നത് എന്തിനാണ്? പ്രശ്നം പറഞ്ഞു തീർക്കാനാണ്. बिचवाई क्यों आते हैं? वो जो बात बीच में बना है उसको सुलझने के लिए वो आते हैं। എന്നാൽ ഇവിടെ പ്രശ്നം പറഞ്ഞല്ല തീർത്തത്. പ്രശ്നമായ പാപമെന്ന പ്രശ്നത്തെ, ദൈവത്തെയും എന്നെയും തമ്മിൽ അകറ്റുന്ന പാപമെന്ന പ്രശ്നത്തെ സ്വന്തം ശരീരത്തിന്മേൽ വെച്ച് ശിക്ഷ വിധിച്ച് പരിഹാരം വരുത്തിയാണ് അവൻ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തത്. यहाँ बिचवाई सिर्फ बोलकर अपने कार्यों को मिलमिलाप करके नहीं किया, जो परमेश्वर और मनुष्यों के बीच में जैसे उनको दूर किया, उस पाप को अपनी देह के द्वारा उसी के लिए कुर्बान देकर, अपने लिए हालेलुया एक बलिदान देकर मनुष्य और परमेश्वर का बीच में जो हिस्से दूरी थे उसको हटाकर प्रभु को हालेलुया हाथ में हालेलुया हमको ताम दिया है। ഞാൻ മുമ്പേ നമ്മുടെ ദൈവത്തിന്റെ യോഗ്യത പറഞ്ഞു. അവൻ പരിശുദ്ധനാണ്, അവൻ സ്നേഹമുള്ള അപ്പനാണ്, അപ്പോൾ തന്നെ അവൻ നീതിമാനായ ന്യായാധിപതിയായ ദൈവമാകുന്നു. हालेलुया हमारा परमेश्वर पवित्र है, वो प्रेमी परमेश्वर है, तभी वो धर्मी परमेश्वर है। അപ്പോൾ അവന്റെ സ്നേഹവും അവന്റെ നീതിയും ഒരുപോലെ അവൻ വെളിപ്പെടുത്തിയത് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. हालेलुया उनका प्रेम और उनका हालेलुया धार्मिकता हालेलुया एक साथ उन्होंने प्रकट किया अपना पुत्र इकलौता पुत्र यीशु मसीह के द्वारा। ദൈവഹൃദയത്തിന്റെ സ്നേഹം പറയുന്നു സകല പാപികളെയും രക്ഷിക്കണം.
हालेलुया परमेश्वर का मन कहता है मेरी पापी मनुष्य को हालेलुया उनको बचाना है. ദൈവത്തിന്റെ നീതി വിളിച്ചു പറയുന്നു പാപത്തിന് ശിക്ഷ വിധിക്കണം. धर्मी परमेश्वर कहता है पाप के लिए कोई न कोई न्याय होगा, हालेलुया उसका दंड होगा. അങ്ങനെ സർവജ്ഞാനിയായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ദൈവത്തിന്റെ ജ്ഞാനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. हालेलुया इसी की वास एक जगह पर प्रेम है, दूसरी तरह उनका धार्मिकता है. जिसकी वास्ते इस तरह ये दोनों को हालेलुया मिलाकर प्रभु के अंदर उत्पन्न हुआ ज्ञान है हमारा प्रभु यीशु मसीह. യേശു നമ്മുടെ പകരക്കാരനായി ക്രൂശിൽ കിടക്കുമ്പോൾ ആ യേശുവിന്റെ മേലേക്ക് നമ്മുടെ അതിക്രമങ്ങൾ മുഴുവൻ പിതാവ് യേശുവിന്റെ മേൽ ചുമത്തി. हालेलुया जब प्रभु यीशु मसीह मानव कुल के लिए क्रूस पर बलिदान हुआ तो पूरी मानव कुल का पापों को प्रभु परमेश्वर हमारा पिता ने उनके ऊपर डाल दिया. ജന്മനാവ് പാപം അറിഞ്ഞിട്ടില്ലാത്ത പ്രവൃത്തി കൊണ്ട് പാപം അറിഞ്ഞിട്ടില്ലാത്ത പരമപരിശുദ്ധനായവനെ നമ്മുടെ പാപത്തിന് പകരമാക്കി തീർത്തു. हालेलुया हमारे प्रभु यीशु मसीह हालेलुया कभी भी हालेलुया अपना जन्म से कभी पाप ही नहीं था, अपना जीवन से कभी नहीं था, कभी पाप को उन्होंने जाना ही नहीं, लेकिन हमारी पापों के लिए मानव कुल की पापों के लिए उन्होंने हमारे पापों को हालेलुया परमेश्वर ने यीशु मसीह के ऊपर डाल दिया. നമ്മുടെ പാപത്തിന്റെ സ്ഥാനത്ത് തന്റെ പുത്രനെ പിതാവാം ദൈവം കാണുമ്പോൾ നീതിമാനായ ദൈവത്തിന്റെ കോപം ജ്വലിച്ച്, എന്തിനാ കോപം ജ്വലിക്കുന്നത്? അത് പാപത്തോടുള്ള കോപമാണ്. हालेलुया जब प्रभु यीशु मसीह के ऊपर मानव कुल का पाप पूरा डाल दिया तो परमेश्वर का बहुत बड़ा उग्र कोप प्रभु यीशु मसीह के ऊपर हुआ. हालेलुया क्यों? हालेलुया प्रभु यीशु मसीह के ऊपर नहीं, मनुष्य मानव कुल का पापों के ऊपर का क्रोध हुआ. എന്റെയും നിങ്ങളുടെയും പാപത്തോടുള്ള ദൈവത്തിന്റെ ക്രോധമാണ് തന്റെ പുത്രന്റെ ശരീരത്തിന്മേൽ പിതാവ് വെളിപ്പെടുത്തിയത്. हालेलुया हमारे और दुनिया की लोगों की हालेलुया पाप की हालेलुया परमेश्वर की हालेलुया उसका शिक्षा है, दंड है प्रभु यीशु मसीह की शरीर पर जो हालेलुया उन्होंने पाया है. അതാ റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ. हालेलुया रोमियो का पत्री 8 का 32 में लिखा है हालेलुया जिसने अपने निज पुत्र को ना देखकर हालेलुया अपने आप को हमारे लिए सब कुछ दे दिया. അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ ക്രൂശിന്മേൽ വെച്ച് പിതാവായ ദൈവം ആദരിക്കാതെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിട്ട് തകർത്ത് കളഞ്ഞു. हालेलुया प्रभु परमेश्वर यीशु मसीह को क्रूस पर आदर न करते हुए मानव कुल को अपनी संतानों का पापों की छुटकारे के लिए यीशु मसीह को हालेलुया तोड़ दिया गया. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മത്തായി സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്, ദൈവാലയത്തിലെ തിരശീല മുകൾ തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. जब यीशु मसीह क्रूस पर बलिदान हुआ तो हम पढ़े हैं मत्ती रचित सुसमाचार 27 में हालेलुया यरूशलेम भवन का जो पर्दा है ऊपर से हालेलुया 4 इंच वाला पर्दा, मोटा पर्दा ऊपर से लेकर नीचे को फट गया. എന്താണ് അത് അർത്ഥമാക്കുന്നത്? क्या है उसका मतलब? സ്വർഗത്തിലുള്ള ദൈവാലയത്തിന്റെ നിഴലാണ് ഭൂമിയിലുള്ള ദൈവാലയം. हालेलुया स्वर्ग में जो परमेश्वर का भवन है उसका छाया है धरती का यरूशलेम भवन. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, യേശു തന്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. हालेलुया इब्रानियों को पत्री में लिखा है यीशु मसीह अपनी हालेलुया देह वाला हालेलुया पर्दा के द्वारा हालेलुया द्वारा हमारे लिए एक नया रास्ता उन्होंने खोल दिया. എന്തുകൊണ്ടാണ് അവിടെ ദൈവാലയത്തിനകത്ത് തിരശീല കിടക്കുന്നത്? क्यों उधर पर्दा है, इतना मोटा पर्दा यरूशलेम भवन में क्यों था? പാപിയായ മനുഷ്യൻ നേരിട്ട് ദൈവ സാന്നിധ്യം കാണരുത്. पापी मनुष्य परमेश्वर की उपस्थिति को सीधा ना देखने पाए. എന്നാൽ എല്ലാ പാപികൾക്കും വേണ്ടി ഒരുവൻ ക്രൂശിൽ മരിച്ചിരിക്കുന്നു. लेकिन उस समय पूरी मानव कुल की पाप की छुटकारे के लिए एक व्यक्ति काल्वरी क्रूस पर मानव कुल के लिए बलिदान हुआ. അവന്റെ ജീവൻ നമ്മുടെ ജീവനും മറുവിലയായി സ്വർഗത്തിലെ പിതാവിന്റെ ആലയത്തിൽ അർപ്പിച്ചിരിക്കുന്നു.
हालेलुया, उनका जीवन हमारे जीवन के बदले में हालेलुया स्वर्गीय परमेश्वर हालेलुया अर्पण किया. നിത്യ കോപത്തിൽ നിന്ന് ദൈവം തന്റെ പുത്രന്റെ ജീവനിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. हालेलुया, अनंत काल का क्रोध से परमेश्वर ने हमारा पिता ने यीशु मसीह के द्वारा हमको छुड़ा दिया है. ഹല്ലേലൂയ, അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. हालेलुया, हम धन्यवाद हाथ उठाकर हम धन्यवाद करेंगे, उन्होंने हमको छुड़ा दिया है. हालेलुया, എത്ര വലിയ വീണ്ടെടുപ്പാണ് സ്വർഗത്തിലെ പിതാവ് തന്റെ ക്രിസ്തുവിലൂടെ നമുക്കായി നൽകി തന്നിരിക്കുന്നത്. हालेलुया, कितनी बड़ा छुटकारा है स्वर्गीय पिता यीशु मसीह के द्वारा हमारे जीवन में दिया. अपनी हाथ उठाकर प्रभु को हालेलुया बोलेंगे. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, തകർക്കപ്പെട്ട യേശുവിന്റെ ശരീരം നമുക്കായിട്ടുണ്ട്. हालेलुया, इसलिए जो हालेलुया गांवों से जो टूटा हुआ शरीर हमारे लिए है, അവന്റെ ചിന്തപ്പെട്ട രക്തം നമുക്ക് വേണ്ടിയുണ്ട്. उनका बहाया हुआ लहू हमारे लिए है. അവൻ ഇന്ന് മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. वो महायाजक बनकर हमारे लिए सेवकाई कर रहा है. ഹല്ലേലൂയ, എത്ര ഉന്നതമേറിയ പദ്ധതിയാണ് സ്വർഗത്തിലെ പിതാവ് തന്റെ ക്രിസ്തുവിലൂടെ നമുക്കായി നൽകി തന്നിരിക്കുന്നത്. ये बहुत बड़ा योजना है हमारा परमेश्वर हमारे लिए यीशु मसीह के द्वारा हमारे लिए किया है. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, യേശുവിന്റെ ശരീരത്തിലൂടെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. हालेलुया, इसलिए परमेश्वर की पवित्र वचन कहता है यीशु मसीह की शरीर के द्वारा परमेश्वर ने हमको यीशु मसीह ने परमेश्वर के साथ हमारा मिल मिलाप कर दिया. പണ്ട് നമ്മൾ പാപം മൂലം ദൈവത്തോട് നിരപ്പല്ലായിരുന്നു, ശത്രുതയിലായിരുന്നു. हम पहले पाप के वजह से ये परमेश्वर से हम बहुत शत्रुता में थे, दुश्मन लोग थे. ഇന്ന് ക്രിസ്തുയേശുവിന്റെ ശരീരത്തിലൂടെ ദൈവത്തോട് നമുക്ക് നിരപ്പ് വന്നു, ശത്രുതയില്ല, സ്നേഹമാണ്, നല്ല റൈറ്റ് റിലേഷൻ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. हालेलुया, आज हम परमेश्वर हमारा शत्रु नहीं है. हालेलुया, प्रभु के शत्रु हम नहीं है, क्योंकि यीशु मसीह के द्वारा हमारा मिल मिलाप हो गया. അവന്റെ രക്തത്തിലൂടെ നമുക്കും ദൈവത്തോട് ഇപ്പൊ സമാധാനമുണ്ട്, റൈറ്റ് പീസ് ഉണ്ട്, ഒരേ നല്ല ബന്ധമുണ്ട്. हालेलुया, उनकी लहू के द्वारा आज हमको एक अच्छे शांति है हमारा परमेश्वर के साथ. ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. हमारा सबसे बड़ा भली बात है प्रभु यीशु मसीह. सब लोग वो जोर से अपना घर में कहिए, प्रभु यीशु मसीह. ഹല്ലേലൂയ, യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മ. यीशु है हमारा जीवन का भलाई. ഞാൻ ഇന്ന് ക്രിസ്തുവിൽ പങ്കാളിയായിരിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. मेरे जीवन का सबसे बड़ा आशीष है, मैं प्रभु यीशु मसीह के साथ सहभागी है. ഓ, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ ഊവന്നത്രേ. कितने भी वायदा आपके ऊपर है, हर एक वायदा यीशु मसीह में हाँ है. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമോ? ക്രിസ്തുവിലൂടെ മാത്രമേ പ്രാർത്ഥന പിതാവ് കേൾക്കത്തുള്ളൂ. अगर आपकी प्रार्थना सुनना हो, सिर्फ प्रभु यीशु मसीह के द्वारा ही आपकी प्रार्थना परमेश्वर सुनेगा. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു ആത്മീയ അനുഗ്രഹങ്ങളും മനുഷ്യൻ പ്രാപിക്കുന്നില്ല. कोई भी दुनिया का आशीष आत्मिक अनुग्रह मनुष्य यीशु मसीह के बिना प्राप्त नहीं कर सकता. മനുഷ്യർക്ക് നിത്യജീവൻ വേണോ? യേശുവിലൂടെ. मानव कुल को अनंतकाल का जीवन चाहिए तो यीशु मसीह के द्वारा. നിങ്ങൾക്ക് രോഗസൗഖ്യം വേണോ? യേശുവിലുള്ള വിശ്വാസത്തിലൂടെ. अगर आपको चंगाई चाहिए हो, यीशु मसीह पर विश्वास करो. ശാപത്തിൽ നിന്നുള്ള വിടുതൽ വേണോ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. अगर आपको श्राप से छुटकारा चाहिए हो, यीशु मसीह पर विश्वास करो. ആത്മീയവും ഭൗതിക നന്മകൾ വേണം? ക്രിസ്തുവിലൂടെ മാത്രം. अगर आत्मिक उन्नतियां और आर्थिक उन्नतियां कुछ भी अगर आप चाहते हो तो सिर्फ आपको यीशु मसीह को द्वारा ही मिलेगा. അതുകൊണ്ട് എന്ത് ചെയ്താലും അവന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം പിതാവിന് അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. हालेलुया, कुछ भी हो आपके अंदर से हमेशा आपके मुंह का फल धन्यवाद बोलते जाइए. Praise the Lord. जय मसीह. ദൈവത്തിന്റെ വലത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. ഈ യേശു ക്രിസ്തുവിലൂടെയാണ് സ്വർഗത്തിലെ പിതാവ് നമ്മളെ ഇത്ര വലിയ രക്ഷയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്.
यही प्रभु यीशु मसीह के द्वारा है। इतनी बड़ा उद्धार की ओर प्रभु ने हमको खींच के लेके आया। ഹല്ലേലൂയ. എന്തിനാണ് അവൻ നമ്മെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? उन्होंने हमको खींच के क्यों लेके आया? അതാണ് തെസ്സലോനിക്ക ലേഖനം വിളിച്ചു പറയുന്നത്. തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. തെസ്സലോനിयों का पत्री 2 अध्याय उसका 11 वचन के इसलिए लिखा है, जैसे तुम जानते हो कि जैसा पिता अपने बालकों के साथ बर्ताव करता है, वैसा ही हम तुम्हें भी तुम में से हरेक को भी उपदेश करते और शांति देते और समझाते कि तुम्हारे चाल चलन परमेश्वर के योग्य हो, जो तुम्हें अपने राज्य और महिमा में बुलाता है। സ്വർഗത്തിലെ പിതാവിന്റെ രാജ്യം പ്രാപിക്കാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. स्वर्गीय परमेश्वर को राज्य का भागीदारी होने के लिए प्रभु ने हमको बुलाया गया है। അവന്റെ മഹത്വത്തിന്റെ വേറൊരു വാക്ക് തേജസ്, ദൈവത്തിന്റെ തേജസ് പ്രാപിക്കാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. परमेश्वर की महिमा को पाने के लिए, प्रभु की तेज को पाने के लिए प्रभु ने हमको बुलाया गया है। നമ്മുടെ ദൈവത്തിന് മനോഹരമായ ഒരു രാജ്യമുണ്ട്. हमारा परमेश्वर के लिए एक बहुत सुंदर खूबसूरत मनोहर राज्य है। ആ രാജ്യത്തിനകത്ത് മനോഹരമായ ഒരു പട്ടണമുണ്ട്. हालेलुया। उस देश में बहुत बड़ा हालेलुया शहर है। ആ പട്ടണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണമാണ്. हालेलुया। उसको बनाने वाला सर्वशक्तिमान परमेश्वर है और बहुत बड़ा नींव डाला हुआ शहर है। അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 11:9-16 വരെ പറയുന്നത്. इसी के अंदर इब्रानियों का पत्री हालेलुया 11 का 9 से कहता है, അതിനകത്ത് പൂർവ്വപിതാവായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയവരുടെ വിശ്വാസത്താലുള്ള യാത്രയെ കുറിച്ചാണ് പറയുന്നത്. हालेलुया। 11 इब्रानियों का पत्री 11 अध्याय में अब्राहम का विश्वास का यात्रा के बारे में लिखा है। ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ കുറിച്ചുള്ള വിശ്വാസം അബ്രഹാമിന്റെ അകത്ത് ദൈവം കൊടുത്തു. हालेलुया। वहां लिखा है, वह उस स्थिर नेव वाले नगर की बाढ़ जोता था जिसका रचने वाला और बनाने वाला परमेश्वर है। वो अब्राहम के अंदर परमेश्वर ने दिया था। അതിന്റെ 11-ാമത്തെ വചനം പറയുന്നു, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. उसके अंदर ये लिखा है, उसका इब्रानियों का पत्र 11 का 9 में, विश्वास ही से उसने प्रतिज्ञा किए हुए देश में जैसे पराये देश में परदेसी रहकर इसहाक और याकूब समेत जो उसके साथ उसी प्रतिज्ञा की वारिस थे तंबुओं में वास किया, क्योंकि वह उस स्थिर नेव वाले नगर की बाढ़ जोता था जिसका रचने वाला और बनाने वाला परमेश्वर है। പാലും തേനും ഒഴുകുന്ന കനാനിൽ പോയി പാർക്കുമ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും പറയുകയാണ്, ഇത് ഞങ്ങളുടെ സ്വന്തം ദേശമല്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു ദൈവനഗരമുണ്ട്, അതാണ് ഞങ്ങളുടെ അപ്പന്റെ ദേശം. हालेलुया। अब्राहम जब दूध और मधु बहने वाला कनान देश में जब हालेलुया जब जी रहा था, अपना याकूब और इसहाक और याकूब ये कह रहा है, ये हमारा हमेशा की जगह नहीं है, हम यहाँ परदेसी है, हमारा जगह परमेश्वर रचने वाला और बनाने वाला परमेश्वर के द्वारा बनाया हुआ एक स्थिर नेव वाला नगर की बाढ़ हम जो रहा है। നിങ്ങൾ ഈ വചനങ്ങളൊന്ന് വായിക്കണമേ. ഞാൻ ആ 13-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. സമയത്തിന് ചുരുക്കത്തിൽ വേഗം വായിച്ചു വിടാം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നു.
അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ये सब विश्वासी की दशा में मरे और उन्होंने प्रतिज्ञा की हुई वस्तुएं नहीं पाई, पर उन्हें दूर से देखकर आनंदित हुए और मान लिया कि हम पृथ्वी पर परदेशी और बाहरी है। जो ऐसी ऐसी बातें कहते वे प्रकट करते कि स्वदेश की खोज में है और जिस देश से वे निकल आए थे, यदि उस सुधि करते तो उन्हें लौट जाने का अवसर था, पर वे एक उत्तम अर्थात स्वर्गीय देश के अभिलाषी है। इसीलिए परमेश्वर उनका परमेश्वर कहलाने में उनसे नहीं ले जाता, सो उसने उनके लिए एक नगर तैयार किया है। हालेलुया, आमीन। അബ്രാഹാമിനെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. अब्राहम को बुलाया हुआ परमेश्वर वफादार परमेश्वर है। അവൻ ആ വാഗ്ദത്ത ദേശത്തെ സ്വർഗത്തിലെ പുത്തനാം യെരൂശലേം എന്ന അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തെ നോക്കി പാർത്തുകൊണ്ടിരുന്നു. हालेलुया, उन्होंने जो स्वर्गीय भवन की ओर हमेशा अपने मन की आंख लगाते हुए अपना जीवन बिताया। വചനം പറയുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ, അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ, ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ, യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ലെന്ന്. हालेलुया, उधर ये लिखा है, हालेलुया, परमेश्वर उनकी परमेश्वर है करके कहलाने में लज्जित नहीं होता। അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ രാജ്യത്തെ കാത്തിരിക്കുന്നവരെ ഓർത്ത് ദൈവം ലജ്ജിക്കുന്നില്ലെന്ന്. हालेलुया, इसका मतलब है जिन्होंने परमेश्वर की राज्य की खोज में रहता है, उन्हीं की हालेलुया याद में रहता है, उनके बारे में प्रभु कभी लजाता नहीं है। നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രസാദം വേണോ? अगर आप अपनी जीवन में एक परमेश्वर की प्रसन्नता अगर आप चाहते हो, യേശു കർത്താവിന്റെ വാക്കുകളിലൂടെ ഇങ്ങനെ പറയാം, മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. हालेलुया, परमेश्वर खुद कहता है सबसे पहले उनकी राज्य की खोज में रहो, उसके साथ सब कुछ तुम्हें मिल जाएगा। हालेलुया, ദൈവരാജ്യം അന്വേഷിക്കുക, परमेश्वर की राज्य की खोज में रहो, ദൈവ നീതിയായ ക്രിസ്തുവിനെ അന്വേഷിക്കുക, परमेश्वर की धार्मिकता प्रभु यीशु मसीह को खोजो। ഓ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇത് അന്വേഷിച്ചാൽ ലഭിക്കപ്പെട്ടിരിക്കും. हालेलुया, आपकी प्रार्थना का उत्तर अगर ये सब आप करता है तो अपने आप आएगा। ദൈവരാജ്യം അന്വേഷിച്ച് അബ്രഹാമിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല, അവന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി കൊടുത്തു. परमेश्वर की राज्य की खोज में अब्राहम को प्रभु ने नहीं छोड़ा, उनकी जो कुछ भी उनकी जरूरत थे वो पूरा किया। ദൈവരാജ്യം അന്വേഷിച്ചവന്റെ തലമുറയായ ഇസഹാക്കിനെ ദൈവം ലജ്ജിപ്പിച്ചില്ല, അവന്റെ തലമുറയായ യാക്കോബിനെ ദൈവം ലജ്ജിപ്പിച്ചില്ല. അവരോടൊക്കെ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശ്വസ്തതയും വെളിപ്പെട്ടു. परमेश्वर की राज्य की खोज में रहा याकूब और इसहाक और याकूब को प्रभु ने लज्जित नहीं कराया, उनके जीवन को प्रभु बहुत अच्छी तरह से चलाया। ദൈവരാജ്യം അന്വേഷിച്ച 3 മനുഷ്യരുടെ പേരിൽ ദൈവം അറിയപ്പെടുകയാണ്. हालेलुया, परमेश्वर की राज्य में खोज में रहने वाले 3 व्यक्ति के नाम से प्रभु जाने के लिए लज्जित नहीं होता। മോശയുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുമ്പോൾ ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്തുകയാ, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. हालेलुया, जब मूसा के सामने जब परमेश्वर प्रकट होता है, मूसा को बोलता है मैं तेरी पिता लोगों का परमेश्वर है, अब्राहम इसहाक याकूब का परमेश्वर हूं। നിങ്ങൾ കുറവുള്ളവരോ നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് നിലവാരത്തിൽ ജീവിച്ചവരുമായിക്കോട്ടെ, ഇന്ന് നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ചാൽ, हालेलुया, आप कोई भी रीति से जीवन बिताया हुआ लोग हो, कुछ भी हो, आपका जीवन में कोई भी संभव हुआ हो, लेकिन आज अगर आप प्रभु की राज्य की खोज में रहेगा तो നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. आपकी नाम के द्वारा प्रभु परमेश्वर हालेलुया कहना चाहते हैं। അതെന്താണെന്നറിയാമോ? ദൈവരാജ്യം എന്നുള്ളത് അവന്റെ ഹൃദയമാണ്. परमेश्वर का राज्य का मतलब प्रभु का दिल है। ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് എന്നുള്ളത് അവന്റെ ഹൃദയമാണ്. हालेलुया, परमेश्वर की महिमा, परमेश्वर की तेज प्रभु की मन है।
തേജസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ മഹത്വം എടുത്ത് കാണിക്കുന്നതാണ് തേജസ് എന്ന പദം അഥവാ മഹത്വം എന്ന പദം. महिमा का मतलब है, तेज का मतलब है एक व्यक्ति को प्रकट कराना. നമ്മുടെ ദൈവം തേജസ്സിന്റെ നിറവാണ്. हमारा परमेश्वर महिमा का तेज का हालेलुया प्रकट है. ആ തേജസ്സിന്റെ നിറവ് പ്രാപിക്കാൻ, ആ മഹത്വം പ്രാപിക്കാനാണ് ദൈവം നിങ്ങളെ ഇന്ന് ക്രിസ്തുവിലൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. हालेलुया, वो महिमा को पाने के लिए प्रभु ने आज आपको इधर बुलाया गया है. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിൽ ഉറപ്പിച്ച് ദൈവരാജ്യം അന്വേഷിക്കുക. इसलिए आप अपनी मन को प्रभु पर बना रखकर प्रभु की राज्य की खोज में रहो. ദൈവം മഹത്വം അന്വേഷിക്കുക. परमेश्वर महिमा देना चाहते हैं. ഇത് അന്വേഷിച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കും. हालेलुया, अगर परमेश्वर की महिमा आपके द्वारा अगर होता है तो प्रभु आपके साथ रहेगा. ഓ ദൈവം വഴിയിൽ വെച്ച് വിട്ടുകളയുന്നവനല്ല, തന്റെ പ്രവർത്തിക്കകത്തവൻ വിശ്വസ്തനാണ്. हालेलुया, परमेश्वर आपको आधे रास्ते पर नहीं छोड़ेगा, वो अपनी कामों में वफादार है. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. പത്രോസിന്റെ ലേഖനം പറയുന്നു. पत्रोस की पत्री में प्रभु का दास कहता है, तुम्हारा बुलावट और तुम्हारा हालेलुया चुनना प्रभु में स्थिर करो. ഇങ്ങനെ അത് 2 പത്രോസിന്റെ ലേഖനം 1:11 അത് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. हालेलुया, दूसरी पत्रोस 2 പത്രോസ് 1:11. दूसरी पत्रोस 1:11 पर लिखा है. ഇങ്ങനെ ചെയ്താൽ അത് 10, 10, 11 അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. इस कारण हे भाइयों, अपने बुलाए जाने और अब चुन लिए जाने का सिद्ध करने का भली भांति यत्न करते जाओ. ദൈവം തന്റെ ക്രിസ്തുവിലൂടെ നിങ്ങളെ വിളിച്ചത്, ദൈവം തന്റെ ക്രിസ്തുവിലൂടെ നിങ്ങളെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ രാജ്യം പ്രാപിക്കാനും ദൈവത്തിന്റെ തേജസ് പ്രാപിക്കാനുമായിട്ടാണ്. परमेश्वर ने आपको अपने जीवन का द्वारा बुलाया, आपको चुना गया प्रभु की राज्य को प्राप्त करने के लिए है. ഇത് ഉറപ്പാക്കുവാൻ നിങ്ങൾ അധികം ശ്രമിപ്പീൻ. इसको अपने जीवन में स्थिर करने के लिए बहुताई से मेहनत करो. ഇങ്ങനെ ചെയ്താൽ അഥവാ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കിയാൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. अपने बुलाए जाने और चुन लिए जाने को सिद्ध करेगा तो हालेलुया, उसके लिए भली भांति यत्न करेगा तो, यदि ऐसा करेगा तो कभी भी ठोकर नहीं खाओगे. ഹല്ലേലൂയ. എല്ലാ ദിവസങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങൾ ഈ വിളിയെ ശ്രദ്ധിക്കുക, ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധിക്കുക, നിങ്ങളെ വിളിച്ച ദൈവത്തെ ശ്രദ്ധിക്കുക. हालेलुया, हर एक रोज आप इस पुकार को, आपकी चुने जानने के बातों को उसी पे यत्न करते जाओ. എത്ര ഉന്നതമേറിയ വിളിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. कितनी महा पुकार है, प्रभु ने हमको बुलाया गया है. എത്ര മഹത്തരമായ തെരഞ്ഞെടുപ്പാ സ്വർഗത്തിലെ പിതാവ് നമുക്കായി നൽകി തന്നിരിക്കുന്നത്. परमेश्वर ने कितनी बड़ा हालेलुया चुनौती है जो प्रभु ने हमको दिया है. ജീവന്റെ നിറവായ ക്രിസ്തുവിനെ നമുക്കായി തന്നിരിക്കുന്നു. हालेलुया, जीवन का भरपूर प्रभु को हमको दे दिया. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യമുള്ള തലമുറയാകുന്നു. हम बहुत धन्य पीढ़ी है. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാകുന്നു. हम आशीष वाला पीढ़ी है. ഓ, നമ്മൾ മഹത്വമുള്ള തലമുറയാകുന്നു. हम महिमा का योग्य पीढ़ी है. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സകല ദാനങ്ങൾക്കും കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലെ പിതാവിന് ക്രിസ്തുവിലൂടെ നന്ദി പറഞ്ഞാട്ടെ. हालेलुया, आप अपने हाथ उठाकर परमेश्वर को, प्रभु ने दिया हुआ हर एक योग्यता के लिए प्रभु को धन्यवाद करे. ഹല്ലേലൂയ. നമുക്ക് ദൈവം പ്രാർത്ഥിക്കാം. ഇത്ര മനോഹരമേറിയ രീതിയിൽ എന്നെ വിളിച്ചിരിക്കുന്ന, രക്ഷ തന്നിരിക്കുന്ന, നിത്യജീവൻ തന്നിരിക്കുന്ന
പുത്രനാക്കി മാറ്റിയിരിക്കുന്ന, സ്വർഗീയ പൗരനാക്കി എന്നെ മാറ്റിയിരിക്കുന്ന, ദൈവ കുടുംബത്തിൽ എന്നെ അംഗമാക്കിയിരിക്കുന്ന എന്റെ സ്വർഗത്തിലെ അപ്പച്ചന് ക്രിസ്തുയേശു മുഖാന്തരം നന്ദിയോടെ സ്തോത്രം ചെയ്യാം. हालेलुया, हमको अपना वारिस बनाया, अपना संतान बनाया, अपना स्वर्गीय राज्य का वारिस बनाया। खुदा परमेश्वर को हम अपनी धन्यवाद करके हम प्रार्थना करेंगे। നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे। സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിശുദ്ധന്മാരുടെ മേൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തണമേ. स्वर्गीय पिता, आपकी पवित्र लोगों के ऊपर आपकी चुने जाने का गहराई को प्रकट कराइए पिताजी। അങ്ങയെ അറിയുവാൻ, അങ്ങയുടെ തെരഞ്ഞെടുപ്പ് അറിയുവാൻ, അങ്ങയുടെ വിളി അറിയുവാൻ അവരുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിപ്പിക്കണമേ. पिताजी, आपको जानने के लिए, आपकी बुलावट को जानने के लिए, आपकी चुने जानने के बारे में जानने के लिए उनको मन की आंखों को खोल दीजिए पिताजी। പിതാവേ, ഞാൻ യേശു ക്രിസ്തുവിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ വിശുദ്ധന്മാരുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെടട്ടെ. हालेलुया प्रभु जी, मैं अभी प्रार्थना करता हूँ पवित्र लोगों का मन की आंखों को प्रकट, मन की आंख खुल जाने पाए। ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് അവരുടെ മേൽ പകർന്നാട്ടെ. ज्ञान का और प्रकाश का आत्मा उनके ऊपर प्रकट हो जाने पाए। ഈ തിരിച്ചറിവിലൂടെ അവരുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ. पिताजी, इसके जानने की वजह से उनका जीवन का हर एक परेशानियों को पिताजी उत्तर मिलने पाए। ദിനം പ്രതി അത്ഭുതങ്ങൾ അവർ അനുഭവിക്കട്ടെ. पिताजी, रोज वो लोग चमत्कारी जीवन जीने पाए। അങ്ങയുടെ ജീവൻ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. आपकी हालेलुया जीवन, आपकी चंगाई वो लोग पिताजी जीवन में प्राप्त करने पाए। അവരുടെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ. पिताजी, इनका दरिद्र अवस्था, इनका दारिद्र्य अवस्था पिताजी हालेलुया दूर हट जाने पाए। അവരെ ഹൃദയത്തിൽ തൃപ്തരാക്കി മാറ്റിയാട്ടെ. पिताजी हालेलुया, इनका मन के अंदर पिताजी तृप्त कीजिए पिताजी। അവരുടെ ആത്മാവിനകത്ത് ജീവന്റെ നിറവുണ്ടാകട്ടെ. पिताजी, इनकी आत्मा के अंदर जीवन का भरपूरता होने पाए। യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ വിശുദ്ധരെ അനുഗ്രഹിക്കുന്നു. पिताजी, आपकी पवित्र लोगों को यीशु मसीह की पवित्र नाम में आशीष देते हैं। യേശുവിൻ നാമത്തിൽ ആമേൻ. यीशु मसीह के पवित्र नाम में आमीन।